അങ്ങനെ അകടിച്ച് തരാൻ കഴിഞ്ഞാൽ തിരുമ്പാളതൊക്കെ പാടെ പുറത്ത് കൊണ്ടുപോയി സർഫിലിട്ട് ബക്കറ്റിലിട്ടാണ് പുതിർത്തിപ്പോത്തിരുന്നാൽ നമുക്ക് മീനും അങ്ങോട്ട് കിട്ടിയിട്ടോ. സൂതമീനും വേറെ എന്തോ ഒരു മീനും കൂടിയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് മുറിച്ചൊന്നാക്കി കഴിക്കുന്നാക്കിയാണ് മസാല തേച്ച് പിടിപ്പിച്ച് അവിടെ വെക്കണം. ഇനി നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് പൊരിച്ചാൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ മരത്തുമതി പൊരിക്കണ്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് താളിച്ചും ചെയ്യാന്നൊക്കെ അങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനുമതി ഉപ്പും മുളകും മഞ്ഞപ്പൊടി പെരുജീരപ്പൊടി വെളുത്തുള്ളിയും ഒക്കെ പാടിട്ട് മസാല തേച്ച് പിടിപ്പിച്ചവിടെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മളെ തിരുമ്പലും പുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മസാല നല്ലോണം അങ്ങോട്ട് പിടിച്ചും ചെയ്തോളും. അങ്ങനെ നമ്മൾ കുറച്ച് നേരമായാലും ഇപ്പോൾ സോപ്പിലിട്ട് പുതിർത്തി വെച്ചിട്ട് തിരുമ്പാൾ അതൊക്കെ പാടെ. ഇപ്പോൾ ഈ കല്ലുമ്മിലിട്ടാണ്ട് അടിച്ചും കുത്തി തിരുമ്പിങ്ങോട്ട് എടുക്കട്ടെ. നമുക്ക് ഇതേപോലെ അടിച്ചും കുത്തി തിരുമ്പിട്ടെങ്കിലേ മനസ്സൊക്കെ തന്നെ റാഹത്താവുള്ളൂ കേട്ടോ. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, അതിലിട്ട് തിരുമ്പാലൊന്നും യൂണിഫോമും വെള്ളത്തുണിയും കുപ്പായങ്ങളൊന്നും തിരുമ്പിയാൽ ശരിയാവില്ല മക്കളെ. നമുക്കത് തൃപ്തി ആകൂല്ല. നമുക്ക് ഈ കല്ലുമ്മിലിട്ടാണ് ഇതേപോലെ അടിച്ച് തിരുമ്പിങ്ങോട്ട് എടുക്കണം. എന്നാലേ മനസ്സക്കും തന്നെ ഒരു റാഹത്താകുള്ളൂ. മെഷീനിൽ തിരുമ്പൂട്ടോ. എപ്പോഴെങ്കിലൊക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ തിരുമ്പൊക്കെ ചെയ്യും. തിരുമ്പാതെ നിൽക്കൊന്നുമില്ല.